കോരിച്ചൊരിയുന്ന മഴയിലും ചികിത്സാ ധനശേഖരണത്തിനായി ഒരു കൂട്ടം യുവാക്കൾ പാതയോരത്ത്. ചെർപ്പുളശ്ശേരി കരുമാനാംകുറിശ്ശിയിലെ ബ്രെയിൻ ട്യൂമർ ബാധിതനായ 7 വയസ്സുകാരൻ രാഹുൽ കൃഷ്ണയുടെ ചികിത്സയ്ക്കായാണ് യുവാക്കൾ മുണ്ടൂർ തൂത പാതയിലെ മാങ്ങോട് വാഹനയാത്രക്കാരെ തേടിയിറങ്ങിയത്. രാഹുൽ കൃഷ്ണ എന്ന് പറയുന്ന 3ാം ക്ലാസ്സുകാരനായ 7 വയസ്സ് മാത്രം പ്രായമുള്ള കരുമാനാംകുറിശ്ശിയിലെ ഒരു കുട്ടി ബ്രെയിൻ ട്യൂമർ ബാധിച്ച് വലിയ പ്രയാസത്തിലാണ്. ആ കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കോരിച്ചോരുന്ന മഴയിൽ ഒരു കൂട്ടം ആളുകൾ ഈ റോഡിന്റെ തെരുവിൽ നിൽക്കുന്നത്. രാഹുൽ കൃഷ്ണ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 3ാം ക്ലാസ്സിൽ. അവരുടെ കുടുംബത്തിൽ ആരൊക്കെയുള്ളത്? കുടുംബം അച്ഛനും അമ്മയും പിന്നെ ഏട്ടനാണുള്ളത്. അച്ഛനാണെങ്കിൽ ഒരു 2 മാസം മുന്നേ സെൻട്രിങ് തൊഴിലാളിയാണ്. അപ്പൊ വീടിന്റെ മുകളിൽ നിന്ന് വീണിട്ട് കൈ ഒടിഞ്ഞിട്ട് ഒരു 10-80,000 സർജറി മൂപ്പര് കഴിഞ്ഞതാണ്. അതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ അത് മുന്നേ കാണിച്ചിരുന്നാണ്. ഇപ്പൊ ചെന്നപ്പോ പെട്ടെന്ന് സർജറി വേണമെന്ന് ബാംഗ്ലൂരാണ് കാണിച്ചത്, മറ്റേ സത്യസായി ബാബയുടെ ഹോസ്പിറ്റലിൽ. പക്ഷെ അവരവിടെ നിന്ന് ചെയ്യാൻ കഴിയില്ല പറഞ്ഞിട്ട് പിന്നെ ഇവിടെയൊക്കെ മാറ്റണേ വേറെ ബാംഗ്ലൂരിനുള്ള അവരൊരു റെഫർ ചെയ്ത ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇപ്പൊ എത്ര കാലം ഈ രോഗം ബാധിച്ചിട്ട്? അതൊരു 2 വയസ്സ് 3 വയസ്സ് മുതൽ തന്നെ കണ്ടിരുന്നു. പക്ഷെ ഇങ്ങനെ ചികിത്സിച്ച് പോരായിരുന്നു. ഇപ്പൊ ഞാൻ ചികിത്സക്ക് നടക്കില്ല, സർജറി എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിലൊക്കെ ഈ കുടുംബം ഇങ്ങനെ പരമാവധി ചെയ്തിരുന്നു. ഇപ്പൊ അവർക്ക് കഴിയാത്ത വലിയൊരു സാമ്പത്തിക. ഏകദേശം എത്ര രൂപയാണ് ഇപ്പൊ ഇതിന്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോ ഈ ഒരു ഫസ്റ്റ് സർജറിക്ക് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ അടുത്ത് അവർ പറയുന്നുണ്ട്. പിന്നെ 15 ദിവസം അവിടെ നിൽക്കണം. പിന്നെ അതിൻ്റെ റേഡിയേഷൻ ചികിത്സയാണ് കാര്യമായിട്ട് 15 ദിവസം അവിടെ നിൽക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ തുടർ ചികിത്സ പിന്നെ അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞതിന് ശേഷം പറയാമെന്നാണ് പറഞ്ഞു. ഏട്ടൻ്റെ പേരെന്താ? നിങ്ങള് എന്തൊക്കെ ഇപ്പൊ കാര്യങ്ങൾ ഇതിന് ചെയ്യുന്നു? നാട്ടിലൊക്കെ ഇപ്പോൾ ആളുകളെ കണ്ട് പൈസ പിരിച്ചു പരമാവധി. വീണ്ടും അടുത്ത ഘട്ടത്തേക്ക് ഇറങ്ങി. നമ്മൾ എത്ര ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്ന ചെലവ്? ഇപ്പൊ ഈ സർജറിക്ക് ഏകദേശം ഒരു 2 ലക്ഷത്തോളം രൂപ നമ്മൾ അവർ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞതിന്റെ ശേഷമാണ് ബാക്കി ചികിത്സ എന്താണ് വേണ്ടത്, റേഡിയേഷന് എത്രത്തോളം ബോണ്ടി വരുന്നൊക്കെ അപ്പൊ പറയാവുന്നതാണ്. ഇപ്പൊ രാഹുൽ കൃഷ്ണയുടെ വീട്ടിലിപ്പോ അച്ഛനാണ് ഒന്നുള്ളത്. അച്ഛൻ കുറച്ച് മുമ്പ് വീണ് കൈയൊടിഞ്ഞ് ചികിത്സയിലായി. ഇതിന് മുന്നേ ഒരു 4 വർഷം മുന്നേ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് മൂപ്പർക്ക് ഹെവി വർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് കാരണം ഒരു മില്ലിലോ അങ്ങനെ എന്തൊക്കെ ചെറിയ അകിൽ മില്ലിൽ എന്തെല്ലോ പാക്കിംഗ് തൊഴിലാളിയൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ ആ വരുമാനം കൊണ്ട് വയ്യാന്ന് പറഞ്ഞപ്പോ വീണ്ടും സെൻട്രി മറക്കിന് ഇറങ്ങിയപ്പോ 2ാമത് മൂപ്പര് വീണു. നമുക്ക് ഒരു പണി നടക്കാത്ത സ്ഥിതിയാണ്. നിങ്ങളുടെ പേരെന്താ? പേര് മനോജ്. നിങ്ങൾ ഇപ്പോൾ രാവിലെ എത്ര മണിക്ക് തുടങ്ങിയത്? ഞങ്ങൾ 7 മണിക്ക്. രാവിലെ 7 മണിക്ക് തുടങ്ങി. നല്ല മഴ ഉണ്ടായിരുന്നു. നല്ല മഴയാണ്. ഇനിയിപ്പോൾ രാത്രി വരെ കിട്ടണ വരെ പിരിക്കണം. ഇത് ഇന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ? നാട്ടിലൊരാഴ്ച തുടങ്ങി. ഇനി വേറെ എന്തൊക്കെ രീതിയിൽ നമ്മൾ പണം കണ്ടെത്താൻ ആലോചിക്കണം? വേറെ ക്ലബുകള്, പിന്നെ നമ്മള് സോഷ്യൽ മീഡിയ വഴി മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നാട്ടിലുള്ള പിരിവ്. മറ്റേ ഇവരുടെ അച്ഛൻ, അമ്മ, രാഹുൽ കൃഷ്ണ, പിന്നെ ആളുകളുണ്ടോ വീട്ടില്? അപ്പോ ഇവര് ഒരു നാട്ടിലെ ചെറുപ്പക്കാർ കനത്ത മഴയിലും ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വലിയ ശ്രമത്തിലാണ് നടക്കുന്നത്. ഈ കുടുംബസഹായ സമിതിയുടെ സ്കാനറും ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടെയുള്ളത് നമ്മുടെ ഈ വീഡിയോക്ക് താഴെ കാണിക്കുന്നുണ്ട്. എല്ലാവരും ഈ ഒരു വലിയ പ്രയാസം മനസ്സിലാക്കി കഴിയുന്ന രീതിയിൽ ഇവരെ സഹായിച്ച് ഈ ഒരു നാട് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ വലിയ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് അറിയിക്കുകയാണ്.